മതപരമായ ആഘോഷങ്ങളെയടക്കം ഇത്തരക്കാർ അക്രമത്തിനുള്ള അവസരമാക്കി മാറ്റുന്നതായി നാം കാണുകയാണ്. ഈ കഴിഞ്ഞ ഹോളി രാജ്യം വലിയ തോതിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണത്. ആ ഹോളി ആഘോഷവേളയിൽ പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗങ്ങളും ആക്രമിക്കപ്പെട്ടത് നാം കാണുകയുണ്ടായി. സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭരണാധിപന്മാരുടെ നടപടികളും നിർഭാഗ്യവശാൽ നമുക്ക് കാണേണ്ടി വന്നു. എന്നാൽ നമ്മുടെ നാട്, ഭേദചിന്തയില്ലാതെ കഴിയുന്ന നാട്, ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഏറ്റുവാങ്ങിയ നാട് എങ്ങനെ മാതൃകയായി നിൽക്കുന്നു? ഇവിടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഹോളി ആഘോഷവേളയിൽ മുസ്ലിം പള്ളികൾ ടാർപോളിൻ ഷീറ്റിനാൽ മറക്കപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കണ്ടു. എന്നാൽ നമ്മുടെ നാട്ടിൽ പൊങ്കാല പള്ളിമുറ്റത്തിടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. നോമ്പുതുറ അമ്പലമുറ്റത്ത് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതാണ് മതനിരപേക്ഷ കേരളത്തിൻ്റെ ശക്തി. ആ ശക്തി ഗുരുദർശനത്തിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നാം മനസ്സിലാക്കണം. മതേതരത്വവും സാമുദായിക സൗഹാർദ്ദവും സാഹോദര്യവും അത്രത്തോളം ഉയർത്തിപ്പിടിക്കുന്നതാണ് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം. ഇതാണ് ഗുരുവിൻ്റെ പൈതൃകത്തിൽ നിന്നുള്ള പാഠം. ഇത് ചിലർക്ക് സഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ നീങ്ങുന്നു. പുരോഗമന കേരളത്തിൽ ഒരു കാലത്ത് കെട്ടടങ്ങിയിരുന്ന വർഗീയതയുടെ ആശയങ്ങൾ യാതൊരു മറയും കൂടാതെ ഇന്ന് പുറത്തു വരുന്നു. ഗുരുവിൻ്റെ നാട്ടിൽ, ഗുരുവിൻ്റെ നാടെന്ന് പറയുമ്പോൾ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പഠിപ്പിച്ചതാണ് ഗുരു. ആ ഗുരുവിൻ്റെ നാട്ടിൽ ചിലർ ജാതി പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു. ഉന്നതകുലജാതനായി പിറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിലർ പരിതപിക്കുന്നു. പറ്റുമെങ്കിൽ അടുത്ത ജന്മം ഒരു പൂണൂൽധാരിയായി പിറക്കണമെന്ന് പറയുന്നു. എന്താണിത്? മലയാളിയുടെ മനസ്സിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കുത്തിനിറക്കാൻ ശ്രമിക്കുകയാണ്. നാടിനെ പിന്നോട്ട് നടത്താനാണ് നോക്കുന്നത്. അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നതും ഇത്തരക്കാർ ലക്ഷ്യമിടുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും മാത്രമല്ല, വസ്ത്രധാരണം, ഭക്ഷണം, ഇതിൻ്റെ എല്ലാം പേരിൽ മനുഷ്യനെ വേർതിരിക്കാനായി തക്കം പാർത്തിരിക്കുകയാണ് പലരും. അവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതിനുള്ള കരുത്ത് എക്കാലത്തും പ്രകടിപ്പിക്കാൻ SNDP യോഗത്തിനായിട്ടുണ്ട്. ആ മഹത്തായ പൈതൃകം കൂടുതൽ ശക്തമായ നിലയിൽ തുടരാനാവണം. ഗുരു ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളും കാലിക പ്രസക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനമാണ് SNDP. അതുകൊണ്ട് തന്നെ SNDP ഇത്തരം കാര്യങ്ങൾ അതീവ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ആവശ്യപ്പെടും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം.